അബ്ദുൽ ഗഫൂർ, സാഹചര്യങ്ങൾ ഇതായിരിക്കെ ഒരു ദിവസം 11 പേർ നിലവിൽ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ നേരത്തെ ഡിജോ കാപ്പൻ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു പുതിയ ഗതാഗത സംസ്കാരം വേണമെങ്കിൽ ഒരു മാറ്റം ആവശ്യമാണ്. കേന്ദ്ര നിയമത്തിലെ ചട്ടങ്ങൾ നടപ്പാക്കുക മാത്രമല്ലേ ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി ചെയ്തുള്ളൂ? നിങ്ങൾ എതിരെ നിൽക്കുന്നത് എന്തിനാണ് അബ്ദുൽ ഗഫൂർ? ഞങ്ങളെതിരെ ആദ്യം തന്നെ മീഡിയാസും മന്ത്രിയും പറയുന്ന പോലെ ഒരിക്കലും ഞങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളെ എതിർത്തിട്ടില്ല. മന്ത്രി ആദ്യം വിളിച്ചു ചേർത്ത യോഗത്തിൽ CITUയുടെ സംസ്ഥാന ട്രഷറർ പറഞ്ഞത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ മുഴുവനായിട്ടും ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ അതിനോട് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ എതിർക്കുന്നത് ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്ന രീതികൾ, അതിലേക്ക് വേണ്ട സൗകര്യങ്ങൾ ഗവൺമെൻറ് ഒരുക്കി തരണമെന്നുള്ളിടത്താണ്. ഈ ട്രാക്ക് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ട്രാക്ക് നിർമ്മിക്കേണ്ട ബാധ്യത ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തലയിൽ വെക്കരുത്. 86 ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്ററുകൾ കേരളത്തിലുള്ളതിൽ 9 ഒഴിച്ച് 77 ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകൾ വാടക കൊടുത്തിട്ടാണ്. ഇന്നിപ്പം മന്ത്രി മലപ്പുറത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഇനി മുതൽ നടത്തില്ല, ഞങ്ങൾ വാടക എടുത്തിട്ട് ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ട് അത് മലപ്പുറത്തെ മാത്രം ആക്കുന്നത് എന്തിനാ? 77 ഗ്രൗണ്ടും ഗവൺമെന്റ് വാടകയ്ക്കെടുത്ത് നടത്തട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതിന് ഒരു ടെസ്റ്റ് നടത്തേണ്ട അതോറിറ്റി, ഒരു പരീക്ഷ നടത്തേണ്ട അതോറിറ്റി അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമേ പറയുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിലയിൽ ഈ 77 ഗ്രൗണ്ടുകളിലും ടെസ്റ്റ് നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? പുതിയ ട്രാക്ക് പണി സർക്കുലർ മാറി വന്നിട്ടില്ലല്ലോ. മാറിയെന്ന് മീഡിയാസ് പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ മുമ്പ് ഒരു തവണ 50 ആണെന്ന് പറഞ്ഞ് മന്ത്രി പറഞ്ഞ് 50 ആളെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് മീഡിയാസിലെ വന്നോളൂ. ഇതുവരെ ഉത്തരവ് മോട്ടോർ വാഹന വകുപ്പിൽ എവിടെയും വന്നിട്ടില്ല. നമ്പറിന്റെ എവിടെയും വന്നിട്ടില്ല. മന്ത്രി പുതിയ പരിഷ്കാരം പറഞ്ഞിട്ടുള്ള നിലവിലുള്ള ഗ്രൗണ്ടിൽ ടെസ്റ്റ് നടത്തുന്നതിന് എന്താണ് പരിമിതി? 77 ഗ്രൗണ്ടുകൾ നിങ്ങളുടെ കൈവശമാണുള്ളത്. ബാക്കി 9 മാത്രമേ എനിക്ക് തോന്നുന്നു സർക്കാർ വിവിധ ഏജൻസികളുമായി ചേർന്ന് കരാറെടുത്ത് നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ നിലയിൽ മലപ്പുറത്തെ ഗ്രൗണ്ട് ടെസ്റ്റിൽ ടെസ്റ്റ് നടത്തുന്നതിന് എന്താണ് സാങ്കേതിക തടസ്സം എന്ന് പറഞ്ഞാൽ 4/24 അനുസരിച്ച് പുതിയ ട്രാക്കിലാണ് ടെസ്റ്റ് നടത്തേണ്ടത്. 1. 2, ഈ ടെസ്റ്റ് നടത്തേണ്ട വാഹനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ പലരിടത്തും ഉള്ളത് 15 വർഷത്തിൽ പഴക്കമുള്ള വാഹനങ്ങളാണ്. 3, ഈ വാഹനങ്ങളിലെല്ലാം സ്പീഡ് GPS-ഉം ക്യാമറയും ഘടിപ്പിക്കണമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് ഞങ്ങൾ ഘടിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഇത് ഈ മെയ് 1 മുമ്പ് 4/24 അനുസരിച്ച് പുതിയ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ, അതായത് ഏകദേശം 68 ദിവസം കിട്ടി ഈ സർക്കുലർ പുറത്തിറങ്ങിയതിനു ശേഷം. അപ്പോൾ പുതിയ ട്രാക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. ഈ പഴയ വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് നിങ്ങൾക്ക് ടെസ്റ്റിന് കൊണ്ടുവരാമായിരുന്നു. അതൊക്കെ സാധ്യമാകുമായിരുന്നു. അപ്പോൾ നിങ്ങളത് ചെയ്തില്ല. ഈ സർക്കുലറിൽ പറയുന്നത് പോലെ 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ നിങ്ങൾ ഇനി അത്തരം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് എല്ലാവർക്കും വാഹനങ്ങളില്ലല്ലോ. ടെസ്റ്റ് 15 വർഷം താഴെയുള്ള വാഹനങ്ങളിൽ പഠിപ്പിച്ചാലും ഈ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് പുതിയ വാഹനം കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം അതിൽ സാങ്കേതിക വിദ്യകളൊന്നും പുതുതായിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത് എന്ന് 15 വർഷം പഴക്കമുള്ള വാഹനത്തിൽ ഇടാൻ അല്ല അതിൽ വ്യക്തമായിട്ട് ഇപ്പൊ പറയാം. ട്രാക്ക് ആദ്യം പറഞ്ഞു തന്നെ പറയാം, ട്രാക്ക് ഉണ്ടാക്കേണ്ടത് ഞങ്ങളാണോ? അതാണ് ചോദ്യം. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഗവൺമെന്റ് ടെസ്റ്റ് നടത്താൻ, സർക്കാർ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ട്രാക്ക് ഉണ്ടാക്കേണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകാരാണോ? ഏതെങ്കിലും ഏജൻസികൾ പരീക്ഷകൾ നടത്തുമ്പോൾ അതിനുവേണ്ട സൗകര്യങ്ങൾ അബ്ദുൽ ഗഫൂർ, ഇത്രയും വർഷങ്ങളായി ഈ 77 ഗ്രൗണ്ടുകളിലും സർക്കാരിന്റെ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്തൊരു പരാതി ഇപ്പോഴെങ്ങനെ വന്നു? അതെ, ഇപ്പൊ പറയാം. ഇപ്പൊ ടെസ്റ്റിന്റെ എണ്ണം കൂടിയും കുറച്ചു. പോളിസിയാണ് ഞങ്ങളുടെ ഗ്രൗണ്ടിൽ ഇനി മുതൽ ഗ്രൗണ്ടിൽ ടെസ്റ്റ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾക്ക് സാമ്പത്തിക ഭാരമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ ടെസ്റ്റിന്റെ എണ്ണം കുറച്ചതും ഗ്രൗണ്ട് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പ്രതികാരബുദ്ധിയാണ്. അല്ല സാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ടെസ്റ്റിന്റെ എണ്ണം കുറയ്ക്കുമ്പോൾ അത്രയും കുറച്ച് ആളുകളെ ഞങ്ങൾക്ക് ഡ്രൈവ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അത്ര എണ്ണം കുറച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഫീസ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. മലപ്പുറം ഈ ഗ്രൗണ്ടിൽ ഇപ്പൊ ഈ പറഞ്ഞ ഗ്രൗണ്ടിനകത്ത് 50ഓളം ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. നിങ്ങൾ കൂടുതൽ ആളുകളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം. അപ്പൊ ഫീസ് കുറയുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇതിനെതിരെ കഴിയില്ല. പക്ഷെ പ്രശ്നം ഇതാണ്,
180 ടെസ്റ്റുകളൊക്കെ നടത്തി റെക്കോർഡിട്ട പല RTO ഓഫീസർമാരും ഉണ്ടെന്നാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. കഴിഞ്ഞ തവണ ടെസ്റ്റ് നടത്തിയപ്പോൾ തന്നെ 60 ഉദ്യോഗസ്ഥന്മാർ AMVയുടെയും MVAയുടെയും നേതൃത്വത്തിൽ ഒരു ദിവസം 100 ടെസ്റ്റ് കടത്തിവിട്ടു അത്രേ. മന്ത്രി പറയുന്ന അനുസരിച്ച് അവർ 100 ടെസ്റ്റും അതിനിടയ്ക്ക് പിന്നെ ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസും പരിശോധിക്കും അത്രേ. ഇത് മനുഷ്യ സാധ്യമായ ഒന്നല്ലല്ലോ. ഈ വാഹനങ്ങളൊക്കെയാണ് സാധാരണക്കാരായ ആൾക്കാരുടെ മേൽ നെഞ്ചത്ത് കയറുന്നത്. ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് ഒരു ആള് ടെസ്റ്റ് നടത്തുന്നത് 2 ഉദ്യോഗസ്ഥരാണ്, ഒരാളല്ല. അല്ല അതെ, MVAയും AMVയുമാണ്. ഒരു MVയും ഒരു MVAയും ഒരു AMVയും കൂടി ഇപ്പോൾ 30 പേർക്കേ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഈ പറയുന്നത് പോലെ നിങ്ങൾ അത് ചടങ്ങിന് വേണ്ടി നടത്തിവിടുന്ന ഒരു അവസ്ഥയാണ്. ഇതൊരു അറേഞ്ച്മെന്റ് ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പല ഘട്ടങ്ങളിലും വലിയ രീതിയിൽ അഴിമതി ആരോപണം നേരിട്ടൊരു വകുപ്പാണ്. അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ഒരു ഘട്ടം വരെയും നിങ്ങളും കൂടിയാണ്. പൂർണ്ണമായി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ലൈസൻസ് എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ധാരണ ഒത്താശ ചെയ്യുന്നില്ല. ഇല്ല, ഞങ്ങൾ അങ്ങനെയുള്ളൊരു ധാരണയില്ല. ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ പറയുന്നു എങ്ങനെ 30 നടത്താനുള്ള, 30 കൂടുതൽ നടത്താനുള്ള ഉദ്യോഗസ്ഥരെ വെക്കട്ടെ, സ്റ്റാഫ് വരട്ടെ. അല്ലല്ല, നിങ്ങൾ ഈ ഗ്രൗണ്ട് വിട്ടുകൊടുക്കാത്തതിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഈ ടെസ്റ്റിന്റെ എണ്ണം കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അപേക്ഷകരെ കിട്ടുന്നില്ല, കൂടുതൽ വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല, കാലതാമസം വരുന്നു എന്നുള്ളതാണ്. അതല്ലേ, അത് മാത്രമല്ലേ കാര്യം? അത് മാത്രമല്ല, ഈ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഒരു മുതൽ മുടക്കുമ്പോൾ അത് മുതലാവുകയും കൂടി വേണ്ട. മൊത്ത കച്ചവടമാണ് പ്രശ്നം. ഇതാണ് മന്ത്രി പറഞ്ഞത്. കച്ചവടത്തിന് വേണ്ടി ലൈസൻസിന്റെ ക്വാളിറ്റി കുറയ്ക്കാൻ പറ്റില്ല. കച്ചവടം മാത്രമല്ല, കച്ചവടമല്ല ഞങ്ങളുടെ ഉദ്ദേശിച്ചത്. ഒരു ഏജൻസി എന്ന നിലയ്ക്ക്, ഒരു പരീക്ഷ നടത്തുന്ന ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ഗവൺമെന്റ് അതിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഈ സൗകര്യങ്ങളും ഒപ്പം 30 എണ്ണം കുറയ്ക്കുന്നതും തമ്മിൽ ബന്ധപ്പെടുത്തുമ്പോഴാണ് എണ്ണം കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നു. നിങ്ങളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ഇനി മുതൽ ഞങ്ങളുടെ ഗ്രൗണ്ട് ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾ കാണിച്ചത് ആ പ്രതികാര ബുദ്ധിയാണ്. അല്ല, ആ പ്രതികാര ബുദ്ധിയല്ല. അതുപോലെ തന്നെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ എന്ന് പറയുന്നത് മറ്റ് മേഖലകളിൽ, മറ്റെല്ലാ രംഗങ്ങളിലും ഈ 15 വർഷം പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ടെസ്റ്റ് നടത്തുന്ന സമയത്ത് 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ സുരക്ഷാ പ്രശ്നമാണ്. അല്ല പഠിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സർക്കുലർ പറഞ്ഞിട്ടുള്ളത്. പഠിപ്പിക്കാൻ പാടില്ല. ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്ത് നൽകുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം 15 വർഷമായി നിജപ്പെടുത്താൻ നിർദ്ദേശം നൽകുന്നു. നിലവിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്തിട്ടുള്ള 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ 1/5/2024 മുമ്പായി നീക്കം ചെയ്യേണ്ടതും പകരം 15 വർഷത്തിൽ താഴെ പഴക്കമുള്ള വാഹനങ്ങൾ ലൈസൻസിൽ ചേർക്കേണ്ടതുമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ വാഹനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ടെസ്റ്റുകളെല്ലാം ചെയ്താണ് ആ വാഹനം ഇറക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് പഠിപ്പിക്കാം. പക്ഷേ ലൈസൻസിന് കൊണ്ടുവരുമ്പോൾ ഏത് വാഹനത്തിലാണ് ലൈസൻസ് ടെസ്റ്റ് നടത്തിയത് എന്ന് രേഖപ്പെടുത്തണമെങ്കിൽ 15 വർഷം പഴക്കമുള്ള വാഹനമാവരുത്. അത്രേ ഉള്ളൂ. അതല്ല ഉദ്ദേശിച്ചത്. ലൈസൻസിൽ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്ത വാഹനങ്ങളിലെ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാൻ പറ്റുള്ളൂ. ആ വാഹനങ്ങൾ 15 വർഷത്തിന് പഴക്കമുണ്ടെങ്കിൽ കാലപ്പഴക്കം ചെന്നതും പുതിയ വാഹനങ്ങളിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പലതും ഇല്ലാത്തതും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താത്തതുമാണ്. ഇത്തരം വാഹനങ്ങൾ ഡ്രൈവിംഗ് പരിശീലനത്തിൽ ഉപയോഗിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്ത് നൽകുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം 15 വർഷമായി നിജപ്പെടുത്താൻ നിർദ്ദേശം നൽകുന്നു. എന്ന് പറഞ്ഞാൽ സുരക്ഷാ പ്രശ്നമുണ്ട്, സാങ്കേതിക പ്രശ്നമുണ്ട്, ആധുനിക സാങ്കേതിക വിദ്യകളൊന്നും അതിനകത്തില്ല. 15 വർഷം കൊണ്ട് വാഹനങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നില്ലേ? ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്ന വാഹനങ്ങളെ കൊണ്ട് ഒരു ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്ന സമയത്തോ ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായതായിട്ട് രേഖയുണ്ടോ? അല്ല, സുരക്ഷാ പ്രശ്നങ്ങൾ അപകടം ഉണ്ടായിട്ടില്ല എന്ന് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണത്തിന് നോക്കൂ, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് രണ്ടാമത്തെ പാർട്ട് 2 പറയുന്ന ഈ റോഡ് ടെസ്റ്റിൽ നടക്കുന്ന സമയത്ത് ഗതാഗതമുള്ള ട്രാഫിക്കിന്റെ റോഡിൽ വെച്ച് വേണം ഈ ടെസ്റ്റ് നടത്താൻ. കയറ്റിറക്കുന്നത് കൊണ്ട് നിർത്തുന്നു. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്ക് ആ സുരക്ഷാ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. അതൊരു നിയമമാണ്. അത് നിയമം നടപ്പിലാക്കുന്നതിനകത്ത് നിങ്ങൾ എന്തിനു തടസ്സം നിൽക്കുന്നു? 15 വർഷത്തിന് പകരം ഒരു പുതിയ വാഹനം അല്ലെങ്കിൽ 15 വർഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നതാണ് സേഫ്റ്റിക്ക് വേണ്ടതെങ്കിൽ, ആധുനിക സാങ്കേതികതയ്ക്ക് വേണ്ടതെന്ന് ചട്ടം പറഞ്ഞാൽ നിങ്ങൾക്ക് അനുസരിച്ചല്ലേ മതിയാവൂ. നിങ്ങൾക്ക് ഈ മസിൽ പവർ കാണിച്ച് അങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റും അതിനെ? അത് മോട്ടോർ വാഹന നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. 15 വർഷത്തിൽ കുറഞ്ഞ വാഹനങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള മോട്ടോർ വാഹന നിയമത്തിൽ എവിടെ പറഞ്ഞിട്ടുള്ളത്?
അല്ല, എന്റെ ഒരു സംശയം ഇതാ, 15 വർഷം മുമ്പുള്ള വാഹനങ്ങളിൽ GPS ഇല്ല, 15 വർഷം മുമ്പുള്ള വാഹനങ്ങളിൽ ഈ പറയുന്ന സീറ്റ് ബെൽറ്റ് സംവിധാനങ്ങളില്ല, റിയർ ക്യാമറ ഇല്ല, ഇതിൽ പലതും ആധുനിക സാങ്കേതിക വിദ്യകളിൽ. ഇതെല്ലാം ടെസ്റ്റിന് വേണ്ടുന്ന അനുപേക്ഷണീയ ഘടകങ്ങളാണെങ്കിൽ അതില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ടെസ്റ്റ് നടത്താൻ പറ്റും? സീറ്റ് ബെൽറ്റ് 15 വർഷമല്ല 20 വർഷം മുമ്പുള്ള വാഹനങ്ങളിലുണ്ട്. പഴയ മാരുതി 800കളിലും മാരുതിയുടെ വാഹനങ്ങളിലും എല്ലാം സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഇല്ലെന്നാര് പറഞ്ഞ്? ഇന്നിപ്പോ വേണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കാം. സീറ്റ് ബെൽറ്റ് ഘടിപ്പിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ പോരെ? അല്ല, ഈ ടെസ്റ്റ് നടത്തുന്ന എല്ലാ വാഹനങ്ങളിലും സീറ്റ് ബെൽറ്റ് സംവിധാനമുണ്ടോ? പറയുന്നത് ശരിയാണോ? ഈ ടെസ്റ്റ് നടത്തുന്ന എല്ലാ വാഹനങ്ങളിലും സീറ്റ് ബെൽറ്റ് സംവിധാനമുണ്ടോ? എല്ലാ വാഹനങ്ങളിലും ഉണ്ട്. എല്ലാ വാഹനങ്ങളിലും ഉണ്ട്. ഇത് 98 ഇറങ്ങി മുതൽ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് തന്നെ ഞങ്ങൾ ഈ 20/98 ആദ്യത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയ ഈ സർക്കുലർ വരുന്നത്. അന്ന് മുതൽ സീറ്റ് ബെൽറ്റ് ഇട്ടുള്ള വാഹനങ്ങളിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. എല്ലാ വാഹനങ്ങളും സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നാൽ അപ്പോൾ തന്നെ ഫെയിൽഡ് എഴുതി പുറത്തിറക്കുന്നുണ്ട്. ഹാൻഡ് ബ്രേക്കും സീറ്റ് ബെൽറ്റ് ആദ്യം ടെസ്റ്റ് വാഹനത്തിൽ കയറിയാൽ നോക്കുന്നത്. ശരി. Debate with Arun Kumar.